ഇന്നിപ്പോൾ താങ്കൾ ആരെയാണ് ഇന്ത്യൻ ടീമിൽ ഒരു പക്ഷേ ഒരു മികച്ച ബൗളിംഗ് പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുക്കുന്നതെന്ന് കൂടി പറയാം. ശ്രീ വരുൺ ചക്രവർത്തിയെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരാണ് ഇന്ന് താങ്കൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? രണ്ട് താരങ്ങളുടെ പേര് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ജസ്പ്രീത് ബുംറയും മറ്റൊന്ന് വരുൺ ചക്രവർത്തിയും. ജസ്പ്രീത് ബുംറ ഇന്ന് പവർ പ്ലേയിൽ ബോൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വാഷിംഗ്ടൺ സുന്ദറും ആ ഒരു ഏരിയയിൽ ബോൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്പ്രീത് ബുംറ ഒരു ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ ഇപ്പൊ ഡെത്ത് ഓവറിലായിക്കോട്ടെ, മിഡിൽ ഓവേഴ്സിലായിക്കോട്ടെ, പവർ പ്ലേയിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിൽ നന്നായിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ. എപ്പോ വേണമെങ്കിൽ മത്സരം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മത്സരം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ. പക്ഷേ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ബൗളറാണ് വരുൺ ചക്രവർത്തി. കാരണം ഈ മിഡിൽ ഓവേഴ്സ് എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. 7ാമത്തെ ഓവർ തൊട്ട് 15ാമത്തെ ഓവർ വരെയാണ് ഈ മിഡിൽ ഓവേഴ്സ് എന്ന് പറയുന്നത്. ആ മിഡിൽ ഓവേഴ്സിൽ ഇതുപോലെ എതിർനിരയിൽ നാശം വിതയ്ക്കാൻ പറ്റുന്ന ഒരു ബൗളർ ഇന്ന് ലോക ക്രിക്കറ്റിലില്ല. കാരണം ഇപ്പോഴും വരുൺ ചക്രവർത്തിയുടെ ഒരു ബോളിങ്ങിനെ ഡീകോഡ് ചെയ്യാനായിട്ട് പല ടീമുകൾക്കും സാധിച്ചിട്ടില്ല. എല്ലാ ടീമുകൾക്കും വലിയ വീഡിയോ അനലിസ്റ്റുകളും വലിയ സെറ്റപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഗൂഗിളി ഒന്നും ഇതുവരെ മര്യാദയ്ക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വരുൺ ചക്രവർത്തിയുടെ ഒരു ബൗളിംഗ് പ്രകടനം, എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു മിഡിൽ ഓർഡർ നല്ല സ്ട്രോങ് ആണ്. ആ ഏരിയയിൽ വരുൺ ചക്രവർത്തിക്ക് നാശം വിതയ്ക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശ്രീ എസ് മനോജ് പറയുന്നത് ഇന്ന് വരുണായിരിക്കും ബൗളിംഗ് ചക്രവർത്തി എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. നോക്കാം